സൂപ്പർ പടം. എല്ലാ അമ്മമാർക്കും കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു പടമാണ്. എക്സ്പെഷ്യലി ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ആണ്. അപ്പോൾ ആ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് കഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിൽ അത് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർവശിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഈ വർഷത്തെ ദേശീയ അവാർഡ് ഊർവശിക്ക് തന്നെ കിട്ടണമെന്നാണ്. കാരണം ഓരോ സീനുകളിലും ആ പുള്ളിക്കാരി പെർഫോമൻസ് ചെയ്തേക്കുന്നത് നമ്മളെ ഞെട്ടിച്ച് കളയുന്ന പെർഫോമൻസാണ്. അതുപോലെ തന്നെ ദിനേശ് ആണെങ്കിലും ലുല്ലു സബ്ബാമാരനാണെങ്കിലും നല്ല പെർഫോമൻസാണ്. ഫാമിലി ഓഡിയൻസിന് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആവുന്നൊരു സിനിമ ആയിരിക്കും ജയ ബേബി എന്ന് പറയുന്നത്. അല്ലല്ല, ഞാൻ ഇപ്പോഴും പറയില്ല, റിയലി ലേഡി സൂപ്പർ സ്റ്റാർ അത് ഊർവശി തന്നെയാണ്. എങ്ങനെ കമ്പയർ ചെയ്താലും ഞാൻ അന്നും പറയണത് ഊർവശി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം പുള്ളിക്കാരുടെ പെർഫോമൻസിന് മുകളിൽ വെക്കാൻ ഒരു നടിയില്ല. അതിപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഞാനിപ്പോൾ പ്രസൻ്റ്ലി കണ്ടേക്കണമെന്ന് വെച്ചാൽ. കാരണം അതറിയണമെന്നുണ്ടെങ്കിൽ ഈ പടം ഒന്ന് കണ്ടാൽ മതി. ഒരു ഷോട്ടിൽ പോലും ഉണ്ടല്ലോ, അത് അസാധ്യ പെർഫോമൻസ് കാഴ്ച. സോ മസ്റ്റ് വാച്ച് മൂവി തന്നെ. വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. നമ്മളുടെ ലൈഫായിട്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മദർഹുഡ് കാണിക്കുന്ന മാതൃത്വം. ഉർവശി മാഡത്തിൻ്റെ അഭിനയം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് അഭിനയമാണ്. ഇല്ല നാഷണൽ അവാർഡ് എന്തായാലും ഉറപ്പാണ്. എല്ലാം നടന്ന സംഭവമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. ഇങ്ങനത്തെ മൂവീസ് മലയാളത്തിൽ പണ്ടുണ്ടാവുകയായിരുന്നു, ഇപ്പോൾ ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നമ്മുടെ ഹൃദയം ടച്ച് ചെയ്യുന്ന മൂവിയാണ്. റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. നടന്ന സംഭവമാണ്. ഇതിൽ ഉർവശി മാഡത്തിൻ്റെ കോമഡി മാത്രമല്ല, സെൻറ്റിമെൻറ്റ്സ് പിന്നെ മാനസിക രോഗം എല്ലാം നന്നായി കാണിക്കുന്നുണ്ട്. ഭയങ്കര അഭിനയമാണ്. ഇങ്ങനെ മമ്മൂട്ടിക്ക് പോലെ ഇങ്ങനെ ഭയങ്കര അഭിനയമാണ്. ലേഡി സൂപ്പർ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ ഉർവശി മാഡം തന്നെയാണ്. കോമഡി മാത്രമല്ല, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്. എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അമ്മമാരും അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവാർഡ് കിട്ടും. ഉർവശി മാഡത്തിന് നാഷണൽ അവാർഡ് ഉറപ്പാണ്. പടം നല്ലതായിരുന്നു. ഉർവശി മാം ഒത്തിരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന സബ്ജക്റ്റാണ്. ലൈക്ക് പുള്ളിക്കാരി ഒത്തിരി ഇമോഷൻസ് കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ലൈക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാര്യം അത് മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഷീ ഹാസ് ആക്ടഡ് സോ വെൽ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന സബ്ജക്റ്റാണിത്. നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ടല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി വിഷമം വരും, നമ്മൾ ഒത്തിരി ആലോചിപ്പിക്കും. നല്ലൊരു ഓ യെസ്, തീർച്ചയായിട്ടും കാണണം, എല്ലാവരും കാണണം. ഗംഭീര പെർഫോമൻസാണ്. ലക്ഷ്മിയുടെ പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഒരു സിനിമയിൽ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും അവരൊരു ക്യാരക്ടറിന് ഒരു മൈന്യൂട്ട് കാര്യങ്ങൾക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് പല സീൻസും കാണാൻ. പറഞ്ഞ പോലെ സെക്കൻഡ് ബൈ സെക്കൻഡ് ഇമോഷൻസിൻ്റെ വേരിയേഷൻസും ആ ക്യാരക്ടറുടെ ഒരു വേവ് ലെങ്തും ഒക്കെ അതിഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ നല്ലൊരു സിനിമയാണ്. അത് റിയൽ സ്റ്റോറി ആണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഈ സിനിമ ലാസ്റ്റ് ആൻഡ് ടുവേർഡ്സ് എന്താണ് എനിക്ക് മനസ്സിലായത്. ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്കൊക്കെ ജീവിതത്തിലേക്ക് ഓട്ടങ്ങളുടെ ഇടയിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ഒന്ന് ആലോചിക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്നൊരു സിനിമയാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഞാനത് അവിടെ പറയുമായിരുന്നു, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്ക്രീനിൽ വന്നിപ്പോൾ നമ്മൾ ഓഡിയൻസ് കൂടെ ചിരിക്കുക, കൈയടിക്കുക, വിസിലടിക്കുക, കരയുക എന്നൊക്കെ പറഞ്ഞത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു പ്രൗഡാണ്. എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ മാം എന്നുള്ളൊരു ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഇങ്ങനെ നിറഞ്ഞാടുന്നത് കാണുമ്പോൾ സ്ക്രീനിൽ. പലരും പറയുന്നുണ്ട് നാഷണൽ അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഉർവശി മാം ചെയ്തതെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യാനുള്ള അതൊന്നും എനിക്ക് കഴിവില്ല. പക്ഷേ പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരെ ഒരു സിനിമയിലും നിരാശപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പൊസിഷനിൽ അവർ നിൽക്കുന്നത്. ധീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അവാർഡുകൾ നല്ലതാണ്, സംഭവിക്കേണ്ടത്, കൂടുതൽ പ്രോത്സാഹനമാണല്ലോ. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുക? പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക എന്നാണ് ഞാൻ പറയാം. വിത്ത് ഫാമിലി വന്ന് കാണുക. വിത്ത് ഫാമിലി വരുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒരു വേദനയായിരിക്കും ചിലപ്പോൾ, അവരെ കൂടെ കൂട്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അത് മിസ് ചെയ്യേണ്ട, വിത്ത് ഫാമിലി തന്നെ തിയേറ്ററിൽ വന്ന് കാണുമെന്നാണ് പറയാനുള്ളത്. അതാ ഞാനിപ്പോൾ പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അമ്മേനെ കൂടെ കൂട്ടണമായിരുന്നു, ഹസ്ബൻഡ് കൂടെ വേണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിത്ത് ഫാമിലി തന്നെ എല്ലാവരും വരട്ടെ. നന്നായിരുന്നു. ഫാമിലി സ്റ്റോറിയാണ്. ഭയങ്കര ഇമോഷണലായി എന്ന് പറയുന്നതാണ് സത്യം. പിന്നെ ഉർവശി ചേച്ചിയുടെ എല്ലാവിധ ഇമോഷൻസും
എന്താ പറയണേ, ഭയങ്കര ബോൾഡായിട്ടുണ്ട്. പിന്നെ തമാശകൾ അതുപോലെ തന്നെ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഒരു അമ്മയുടെ ക്യാരക്ടറാണ്. ഇപ്പം കഥയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഫാമിലി സ്റ്റോറിയാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, അമ്മ എന്നുള്ള ഒരു സ്ഥാനത്തിനെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ അത് വളരെ ആഴത്തിൽ അത് കാണിക്കുന്നുണ്ട്. ചേച്ചിയുടെ പെർഫോമൻസ്, ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് സൂപ്പർ. അത് പ്രത്യേകിച്ച് പറയണ്ട. പക്ഷേ ഈ സിനിമയിൽ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചിലതിൽ തമാശയായിരിക്കും, ചിലതിൽ ഇമോഷണലായിരിക്കും. ഇതിലെല്ലാം ഉണ്ട്, ബോൾഡായിട്ടും പിന്നെ എന്താ പറയുക ഒരു കുസൃതിയും എല്ലാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കൗതുകം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട്. പിന്നെ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം കാര്യം. ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞോ? തീർച്ചയായിട്ടും. എന്നെ കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ലേ, ഭയങ്കരമായിട്ട് ചില സ്ഥലങ്ങളിൽ ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചിരിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കുസൃതി കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അയ്യോ എന്തായി കാണിക്കുന്നത് അങ്ങനത്തെ ഒരു തോന്നലും നമുക്കുണ്ടാവും. പക്ഷേ കഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇത്രയും അഭിനയിക്കാൻ സ്കോപ്പുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ചേച്ചിക്ക്. അത് ചേച്ചി ഹാസ് ഡൺ ഇറ്റ്, ഉർവശി ചേച്ചി ഹാസ് ഡൺ ഇറ്റ് സൂപ്പർ. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു അവാർഡൊക്കെ ഞാൻ ജസ്റ്റ് പറയണം, ബിക്കോസ് അത്ര നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഉർവശി ചേച്ചിയെ കാണാൻ പറ്റിയതിൽ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ടും. പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും നമുക്ക് അറിയുന്ന ആക്ടേഴ്സൊന്നും അല്ല, പക്ഷേ അവരൊക്കെ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചു. പിന്നെ അത് സിനിമ വളരെ കൃത്യമായി എന്താ പറയുക ബോറടിക്കാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ അവരെ എല്ലാ ക്രൂവിനെയും അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ എടുത്തതിൽ. ഉർവശി ചേച്ചിക്ക് പ്രത്യേകം കൺഗ്രാറ്റ്സും ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ഈ അവസരത്തിൽ. നമ്മുടെ ഈ വനിത